ഹായ്, എല്ലാവർക്കും ഇന്നത്തെ കറണ്ട് അഫെയർസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജൂലൈ 30, 31 തീയതികളിലെ കറണ്ട് അഫെയർസാണ്. അപ്പോൾ ആദ്യം തന്നെ കോമൺവെൽത്ത് ഗെയിംസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. കോമൺവെൽത്ത് ഗെയിംസിൽ ലോങ് ജമ്പിൽ മലയാളിയായ എം ശ്രീശങ്കർ വെള്ളി മെഡൽ കരസ്ഥമാക്കി. എത്ര മീറ്ററാണ് ചാടിയത്? 8.09 മീറ്റർ. ഓക്കെ, ഇനി പാരാ അത്ലറ്റിക്സ് വിഭാഗം 100 മീറ്റർ T47 വിഭാഗത്തിൽ ദിലീപ് മഹദു ഗാവിദിന് സ്വർണം ലഭിച്ചു. 100 മീറ്റർ T47 വിഭാഗം സ്വർണം ദിലീപ് മഹദു ഗാവിദ്. ഇനി സെയിം 100 മീറ്റർ T47 വിഭാഗത്തിൽ വെള്ളി മെഡലും ലഭിച്ചിട്ടുണ്ട്. വെള്ളി മെഡൽ നേടിയത് മുഹമ്മദ് ബാസിൽ മലയാളി താരമാണ്. അടുത്തത് 10,000 മീറ്റർ ഓട്ടത്തിൽ വെള്ളി നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ. 10,000 മീറ്റർ ഓട്ടത്തിൽ വെള്ളി നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ ഗുൽവീർ സിംഗ്. അദ്ദേഹം 27 മിനിറ്റ് 49.78 സെക്കൻഡിലാണ് ഓടിത്തീർത്തത്. ഓക്കെ, ഇനി വനിതകളുടെ ഭാരോദ്വഹനം 69 കിലോ വിഭാഗത്തിൽ ഹർജീന്ദർ കൗറിന് വെള്ളി ലഭിച്ചു. അവർ പഞ്ചാബ് സ്വദേശിയാണ് ഹർജീന്ദർ കൗർ. അടുത്തത് 180 വർഷത്തിന് ശേഷം ഒരു പുതിയ ചെടിയെ കണ്ടെത്തി. അതായത് 1845 ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ JW മാസ്റ്റേഴ്സ് അസമിൽ ഈ ചെടി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് ശേഷം 180 വർഷത്തിന് ശേഷമാണ് ഈ സെയിം ചെടി കണ്ടെത്തുന്നത്. പേര് റുങ്കിയ മാസ്റ്റേഴ്സി. എന്താണ് ചെടിയുടെ പേര്? റുങ്കിയ മാസ്റ്റേഴ്സി. അസം സർവകലാശാലയിലെ ഗവേഷകരാണ് കണ്ടെത്തിയത്. ഇനി 10 മുതൽ 110 സെൻറ്റിമീറ്റർ ഉയരത്തിൽ വളരുന്ന ചെടിയാണിത്. ഇത് കണ്ടെത്തിയത് എവിടെയാണ്? ജതിങ്ക കുന്നുകളിലാണ് കണ്ടെത്തിയത്. അടുത്തിടെ ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി കണ്ടെത്തിയ ചിലന്തി ഇനങ്ങൾ അതേതൊക്കെയാണെന്ന് നോക്കാം. ഒനോമാസ്റ്റസ് ബ്രഹ്മഗിരി, ഒനോമാസ്റ്റസ് സൈലന്റ് വാലി, ഒനോമാസ്റ്റസ് വിജയ് സിംഗെ. ഇതിൽ ഒനോമാസ്റ്റസ് ബ്രഹ്മഗിരി വയനാട് ബ്രഹ്മഗിരി കുന്നുകളിലാണ് കണ്ടെത്തിയത്. ഒനോമാസ്റ്റസ് സൈലന്റ് വാലി ആ പേരിൽ തന്നെയുണ്ട്, പാലക്കാട് ജില്ലയിലെ സൈലന്റ് വാലിയിൽ നിന്നാണ് കണ്ടെത്തിയത്. ഒനോമാസ്റ്റസ് വിജയ് സിംഗെ കണ്ടെത്തിയത് ശ്രീലങ്കയിൽ നിന്ന്. ഓക്കെ, അടുത്തത് ദേശീയ ബഹുമതികളോടുള്ള അനാദരവ് തടയൽ ഭേദഗതി ബില്ല് ലോക്സഭ പാസാക്കി. ഇപ്പം നിലവിൽ ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന് ദേശീയ ഗാനാലാപനത്തിനുള്ള അതേ പ്രോട്ടോകോൾ ബാധകമാക്കുന്നതാണ് ബില്ല്. ഇനി ഈ ബില്ല് അവതരിപ്പിച്ചത് നിത്യാനന്ദ റോയ്. ഓക്കെ, ഇനി അടുത്തത് ഇന്ത്യയുമായി കളിക്കാൻ ബ്രസീൽ. അതായത് ഒക്ടോബർ 3-ന് സാൾട്ട് ലേക്ക് സ്റ്റേഡിയം, അതായത് കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ ഒരു സൗഹൃദ ഫുട്ബോൾ മത്സരം അരങ്ങേറുന്നുണ്ട്. ആരൊക്കെ തമ്മിലാണ്? ഇന്ത്യയും ബ്രസീലുമാണ്. ബ്രസീൽ ടീം ഇന്ത്യയിൽ കളിക്കുന്നത് ആദ്യത്തെ തവണയാണ്. ഓക്കെ, അടുത്തത് ഏഷ്യൻ റാപ്പിഡ് ആൻഡ് ബ്ലിറ്റ്സ് ചെസ്സിൽ ഇരട്ട മെഡൽ നേടിയ മലയാളി. ഏഷ്യൻ റാപ്പിഡ് ആൻഡ് ബ്ലിറ്റ്സ് ചെസ്സിൽ ഇരട്ട മെഡൽ നേടിയ മലയാളി ഗൗതം കൃഷ്ണ. വെള്ളി മെഡലാണ് കരസ്ഥമാക്കിയത്. റാപ്പിഡിലും അതുപോലെ തന്നെ ബ്ലിറ്റ്സിലും രണ്ടിലും വെള്ളി മെഡൽ നേടി. അടുത്തത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് അജിങ്ക്യ രഹാനെ വിരമിച്ചു. അദ്ദേഹം 85 ടെസ്റ്റ്, 90 ഏകദിനം, 20 T20 മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത്. അരങ്ങേറ്റം 2011 അരങ്ങേറ്റം. ഇംഗ്ലണ്ടിനെതിരെയുള്ള T20 മത്സരത്തിലാണ് ആദ്യമായിട്ട് അജിങ്ക്യ രഹാനെ അരങ്ങേറുന്നത്. അപ്പം ഇത്രയുമാണ് ഇന്നത്തെ ആനുകാലിക വിഷയങ്ങൾ. താങ്ക് യു.